യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങാൻ പോവുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. ലെറ്റ് യുവർ ഹാർട്ട്സ് ബി നോട്ട് ട്രബിൾഡ്. നിന്റെ ഹൃദയം അസ്വസ്ഥമാകണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുക. ഈശോ തുടങ്ങുക. ഈശോയുടെ അവസാനത്തെ പ്രഘോഷണമാണ്, ടീച്ചിങ്. അവസാനം കുരിശിലേക്ക് പോകുന്നതിന് അവസാനം ഈശോ പഠിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകും. എന്ത് വിഷയമായിക്കൊള്ളട്ടെ. ക്യാൻസർ രോഗമായിരിക്കാം, മാനസിക രോഗമായിരിക്കാം, കുഞ്ഞിൻ്റെ രോഗപീഠിയായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശമായിരിക്കാം. ലെറ്റ് യുവർ ഹാർട്ട്സ് നോട്ട് ബി ട്രബിൾഡ്. ഈശോയുടെ നാമത്തിൽ അസ്വസ്ഥപ്പെടേണ്ട. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്. ദൈവമക്കളെ, ഈശോ കുരിശ് വരെ എങ്ങനെ എത്തിയെന്ന് പറയാൻ വേണ്ടി പോവാ. ഇനി ശ്രദ്ധിച്ച് കേട്ടോണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. ദൈവം നിനക്ക് അപ്പനാണെങ്കിൽ അപ്പാ. ഇനി നമ്മൾ വായിച്ചു പോകുമ്പോൾ മുമ്പോട്ട് മറ്റൊന്നത്രയും വായിക്കും. 9:25 ഇന്നും അവസാനിപ്പിക്കും. നമ്മൾ അവസാനത്തെ ബ്ലെസ്സിങ് കിട്ടുന്നത് 9:25. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന നേരം പരിശുദ്ധാത്മാവ് സംസാരിച്ചോളും. ഹല്ലേലൂയ. ദൈവമക്കൾ, ഈ ഒരു കാര്യം ഇടയ്ക്കിടെ കൊച്ചെ ചങ്കിലോട്ട് കൈവച്ചിട്ട്, എൻ്റെ ദൈവമേ, എൻ്റെ അപ്പാ, എൻ്റെ അപ്പാ എൻ്റെ സങ്കടം കാണണില്ലേ, എൻ്റെ അപ്പാ എൻ്റെ വേദന കാണുന്നില്ലേ, എൻ്റെ അപ്പാ എൻ്റെ തകർച്ച കാണണില്ലേ. ചങ്കുറപ്പോടെ നിനക്ക് സ്വർഗ്ഗത്തെ നോക്കി അപ്പാ. അസീസി പുണ്യാളൻ്റെ വർഷമൊക്കെ അല്ലേ. അസീസി പുണ്യാളൻ്റെ അപ്പൻ തുണിക്കച്ചവടക്കാരായിരുന്നു. ഫെർഡിനാൻഡ് അല്ലേ. ഫെർഡിനാൻഡ് തുണിക്കച്ചവടക്കാരായിരുന്നു. യുവാവായ ഫ്രാൻസിസിന് ദൈവവിളിയെ കിട്ടിയ ഫ്രാൻസിസിനോ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടല്ലാതെ നിനക്ക് സ്വർഗ്ഗരാജ്യം കിട്ടത്തില്ല. പയ്യൻ പോയിട്ട് കടയിലുള്ള തുണിയെല്ലാം എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പം വന്ന് കുത്തിന് പിടിച്ച് വെളിയിലോട്ട് അങ്ങോട്ട് ഒറ്റ പൊട്ടീരം കൊണ്ട് വെച്ച് കൊടുത്തു. ആര് പറഞ്ഞടാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ? എന്ത് ചെയ്യാനാ? ചെറുക്കം പതുക്കെ വണ്ടി വിട്ടുപോയി. ശരി, അപ്പനുണ്ടാക്കി വെച്ചതിൻ്റെ മുകളിൽ ഞാൻ അവകാശിയാണെന്നാ വിചാരിച്ചത്. ഇറങ്ങടാ വെളിയിൽ ഇറങ്ങി നിൽക്കുക. അവൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. ദൈവം സ്നേഹം, ദൈവം സ്നേഹം, സ്നേഹം ദൈവം. ഭ്രാന്തനായി മാറുക ഫ്രാൻസിസ്. ദൈവത്തിൻ്റെ ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അവൻ ഇറങ്ങി നിന്നു. വെളിയിലിങ്ങനെ നിൽക്കൂ. അപ്പനും മോനും കൂടെ വഴക്കുണ്ടാകുമ്പോൾ മെത്രാനച്ചൻ വരിക. മെത്രാനച്ചൻ നടന്നു വരുമ്പോൾ അപ്പനും എന്തുവാ ഇവിടെ ബഹളം നടക്കണത്? പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇവരെ പോലത്തെ ഒരിടത്തെ ആണല്ലോ ദൈവം എനിക്ക് തന്നത്. മെത്രാനച്ചൻ ചോദിച്ചു, എന്തുവാ ഫ്രാൻസിസ് നീ കാണിക്കണത്? അവ പറഞ്ഞു, എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? നിന്റെ സ്വർഗത്തിലെ ഒരു അപ്പൻ, എടാ നീ ഇട്ടേക്കുന്നത് തുണിയാരുടെ അതറിയാവോ? ആ ഉടുപ്പ് എന്റേതാണാ. ദൈവമക്കളെ, ധൈര്യമുണ്ടോ? ആ ചെറുക്കൻ ഉടുതുണി പറഞ്ഞ് അപ്പൻ്റെ ദേഹത്തേക്ക് ഇട്ട് കൊടുത്തു. ഉടുതുണി പറഞ്ഞ് അപ്പൻ്റെ ദേഹത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ദൈവമാണ് എൻ്റെ അപ്പൻ. നാണം കെട്ട് നിൽക്കുന്നവന് മാത്രം പറയാൻ പറ്റുന്ന വ്യാഖ്യാനമാണ് ദൈവമാണ് എൻ്റെ അപ്പൻ. ദൈവമാണ് എൻ്റെ അപ്പൻ. വലുതരം ഉയർത്തിപ്പിടിച്ചിട്ട് ദൈവമാണ് എൻ്റെ അപ്പൻ. ആത്മയുടെ ധൈര്യത്തോടെ ദൈവമാണ് എൻ്റെ അപ്പൻ. ഈ വർഷം അസീസിലെ ഫ്രാൻസിസ് പുണ്യാളന്റെ വർഷമാക്കണേ. ദാരിദ്ര്യത്തെ പ്രണയിച്ചവൻ, ദാരിദ്ര്യത്തെ മണവാട്ടിയാക്കി സിൽവർ സ്ട്രച്ചറെ കൊണ്ട് കല്യാണം കെട്ടിച്ചവൻ ഫ്രാൻസിസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാണ് എൻ്റെ അപ്പൻ. ഈ ഉറപ്പ് മതി. ആത്മീയ രഹസ്യം ഒത്തിരി മുമ്പ് പറഞ്ഞെന്നില്ലേ? ഇത് നീ ഗ്രഹിച്ചാൽ നീ രക്ഷപ്പെട്ടു. നിന്റെ അപ്പൻ നിനക്ക് വേണ്ട കഞ്ഞി തരുമ്പോളെ, നിന്റെ അപ്പൻ നിന്റെ കാര്യം നോക്കിക്കൊള്ളുമ്പോളെ, നിനക്ക് വേണ്ട സ്ത്രീധനം നിന്റെ അപ്പൻ തരും. നിന്റെ അപ്പൻ നിന്നെ കോരിയെടുത്ത് ആശുപത്രിയിലോട്ട് ഓടിക്കൊള്ളും. നിന്റെ അപ്പൻ നിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അപ്പൻ്റെ വീട്ടില്
വീണ്ടും മുമ്പോട്ട് പോവുക. പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. ഫിലിപ്പോസ് എന്നൊരു ചെറുക്കൻ, ഫിലിപ്പോസ് ചോദിച്ചു, കർത്താവേ, നീ എങ്ങോട്ട് പോവുക? നീ എങ്ങോട്ട് പോവുക? നീ എങ്ങോട്ട് പോവുക? പറഞ്ഞു, ഞാൻ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരും. ഈശോ തമ്പുരാനിലൂടെ. ദൈവരാജ്യത്തിലേക്കുള്ള വഴിയുടെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവങ്ങളെ ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കും, എനിക്ക് ഉറപ്പാണ്. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഇന്ന് വരെ സ്നേഹിച്ചതുപോലെയല്ല നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പോകുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ ഒരു പുതിയ സ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ പോവുക. ഹല്ലേലൂയ. പറഞ്ഞു, ഞാനാ. അപ്പം ചോദിച്ചു ഫിലിപ്പോസ്, പാമ്പ്, കർത്താവ്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങൾക്കത് മാത്രം മതി. ഹൗ സ്വീറ്റ്. ഒന്നും വേണ്ട കർത്താവേ. നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഇരുന്നത് പറയാൻ പറ്റുമോ? കർത്താവേ, ഈ കൺവെൻഷൻ ഞങ്ങൾക്ക് ഒരു സൗഖ്യവും വേണ്ട, ഞങ്ങൾക്ക് ഈശോയെ ഒന്ന് അനുഭവിച്ചാൽ മതി. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഒന്ന് തന്നാൽ മതി. അപ്പനെ ഞങ്ങൾക്കൊന്ന് കണ്ടാൽ മതി. വേറൊന്നും വേണ്ട എനിക്ക്. നീ മാത്രം മതി. നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി. നീ മാത്രം മതി. നീ മാത്രം മതി എനിക്ക്. കണ്ണമാലിക്കാര് പാടിക്കേ. നീ മാത്രം മതി. നീ മാത്രം മതി. നീ മാത്രം മതി എനിക്ക്. പിതാവിനെ കാണിച്ചതാ, പിതാവിനെ കാണിച്ചതാ മതി. കാരണം ഈ ചെറുക്കൻ, ഈ ഈശോ എപ്പോഴും പറഞ്ഞ അപ്പൻ 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 അപ്പൻ. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ. ഞാൻ എൻ്റെ അമ്മയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ അമ്മയെ കാണാൻ കൊതിക്കും. എൻ്റെ അമ്മ. ഈ അച്ഛൻ്റെ അമ്മയൊന്ന് കാണണമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ പറ്റ വേറൊരെണ്ണം കൂടെ അച്ഛനാ. രണ്ടുപേരുണ്ട് അച്ഛന്മാർ. ഒരാൾ നേപ്പാളില, മിഷനില്ല. എപ്പം വേണേലും മാവോയിസ്റ്റുകൾ ബോംബെറിയുന്ന ദൂരത്തിലാണ് അവൻ താമസിക്കുന്നത്. അങ്ങനെ ഒരു അനിയനച്ഛനും കൂടെ ഉണ്ട്. അമ്മ 7 മക്കളെ പെറ്റൊരമ്മ. ഞാനൊത്തിരി പറഞ്ഞാൽ നിങ്ങൾ പറയും, അമ്മയെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? യേശോ തമ്പുരാൻ അപ്പനെ പറ്റി പറഞ്ഞ് 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 കൊതി പിടിച്ചു. ശിഷ്യന്മാർക്ക് പറഞ്ഞു, അപ്പനെ ഒന്ന് കാണിച്ചു തരാമോ? അപ്പനെ ഒന്ന് കാണിച്ചു തരാമോ? യേശോ പറഞ്ഞു, ഇത്രകാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ട് ഫിലിപ്പോസ്, നീ എന്നെ അറിയുന്നില്ലേ? ദൈവമക്കളെ, നമ്മളോട് ചോദിക്കുക, 1700കളിൽ ഈ മണ്ണിൽ പള്ളി പണിതുക. ഇനിയും നിങ്ങൾക്ക് എന്നെ പിടികിട്ടിയിട്ടില്ലേ? ഇനിയും നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. എന്നെ കാണുന്നവൻ ഞാനല്ലെന്ന് പൗലോസ് പറഞ്ഞ, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഈശോ പറയാ, ഞാനല്ല, പിതാവാണിത്. ഹല്ലേലൂയ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നത്. ഞങ്ങളൊരു ഗ്യാരണ്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കേ, ഒരു ബന്ധത്തിൽ ഈശോ നിൽക്കുക. ഈശോയ്ക്ക് കുരിശിലേക്ക് പോകാനുള്ള കരുത്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന്. ഈശോയുടെ ഉറപ്പിത. ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. ഹല്ലേലൂയ. 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 ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കും. വീണ്ടും നമുക്ക് അവസാനം പിന്നെ മുമ്പോട്ടങ്ങ് പോയേക്കാം. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. 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 വീണ്ടും മുമ്പോട്ട് വായിച്ചു പോയാൽ 15-ാം അധ്യായം തുടങ്ങാം. മുന്തിരിച്ചെടിയും ശാഖയും. മുന്തിരിച്ചെടിയും ശാഖയും. അപ്പനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയായ മകൻ. അപ്പനോട് ചേർന്ന്, ദൈവങ്ങളെ, എൻ്റെ അസ്തിത്വം എൻ്റെ ദൈവത്തിൽ നിന്ന്, എൻ്റെ അസ്തിത്വം എൻ്റെ അപ്പനിൽ നിന്ന്. പാപമെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിക്കല. ഞാനെന്ന ശാഖ മാറിക്കിടക്കുന്നതിന് പേരാ പാപം. ദൈവമക്കളെ, ജീവിതത്തിലേക്ക് നോക്കിയിട്ട് വേണം കുമ്പസാരിക്കണം വേണ്ടയൊന്ന് തീരുമാനിക്കാൻ.
നിന്റെ ജീവിതത്തിൽ ഒരു കൃപയുടെ കുറവുണ്ട്, ഒരു അഭിഷേകത്തിന്റെ കുറവുണ്ട്, ഒരു അനുഗ്രഹത്തിന്റെ കുറവുണ്ട്, ഒരു സമാധാനത്തിന്റെ കുറവുണ്ട്, ഒരു സന്തോഷത്തിന്റെ കുറവുണ്ട് എന്ന് നിനക്ക് തോന്നിയ നീ കുമ്പസാരിക്കണം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി, ഈശോ പറയും നമ്മളുമായിട്ടുള്ള ബന്ധം, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി, ദേ കിടക്കുന്ന മുന്തിരിച്ചെടി, നിങ്ങളിതിൻ്റെ ശാഖ, നിങ്ങളിതിൻ്റെ ശാഖ. കുരിശുമരം, കുരിശുമരത്തിൻ്റെ ശാഖയാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിൻ്റെ ശാഖയാണ് ക്രിസ്ത്യാനി. ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം, ഇതിനകത്തൊഴുകുന്ന രസം ജീവരസമാണ് നമ്മളിലേക്ക് ഒഴുകുന്നത്. ഇതിൻ്റെ മണവും ഗുണവും നമുക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ വസിക്കുന്ന ശാഖകളെ വെട്ടിയൊരുക്കും. സഹനമൊന്നും അല്ല മക്കളെ, സഹനങ്ങളൊക്കെ ഒരഭിഷേകത്തിൻ്റെ വാതിലാണ്. സഹനങ്ങളും വേദനകളുമൊക്കെ ഒരഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. നിരാശപ്പെട്ടിരിക്കരുത്, സങ്കടപ്പെട്ടിരിക്കരുത്. നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു അനുഗ്രഹത്തിന്റെ ഗേറ്റിന്റെ പേരാണ് വിശുദ്ധ കുരിശ്. നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഉത്ഥാനത്തിന്റെ വാതിലിന്റെ പേരാണ് വിശുദ്ധ കുരിശ്. ഹല്ലേലൂയ, വലതുകരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു പറയുക, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ, എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങളിൽ ഒന്നായത്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും സെബാസ്റ്റ്യാൻ നിന്നെ സ്നേഹിക്കുന്നടാ. മതി ഭർത്താവ്, എനിക്കത് മതി. ഞാൻ ദൈവവചനത്തെ കണ്ണു അടച്ച് വിശ്വസിക്കുന്ന ഈശോയെ, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ എൻ്റെ പൊന്നുകൂട്ട നിന്നെ ഞാൻ സ്നേഹിക്കുന്നടാ. മതി കർത്താവേ, ഒന്നും വേണ്ട. നത്തിങ് മോർ, നത്തിങ് പ്ലസ്, ഒന്നും വേണ്ട കർത്താവ്. നീ എന്നെ സ്നേഹിക്കുന്നല്ലോ, നിനക്ക് കിട്ടിയ സ്നേഹം കൊണ്ട്. ദൈവമക്കൾ ഈ രഹസ്യം ഗ്രഹിക്കണം. നിങ്ങൾ ദൈവരാജ്യത്തെ രഹസ്യം, ഒരു വൈദികൻ ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ, എൻ്റെ പൊന്നച്ഛ, അച്ഛനെ ദൈവം സ്നേഹിക്കുന്നത്, ക്രിസ്തു സ്നേഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടിയ അതേ സ്നേഹത്തോടെ അച്ഛൻ്റെ ചങ്കിനകത്ത് കയറി, അച്ഛൻ്റെ ചോരയ്ക്കകത്ത് കയറി, അച്ഛൻ്റെ അസ്ഥിക്കകത്ത് കയറി, അച്ഛൻ്റെ മജ്ജയ്ക്കകത്ത് കയറി. സിസ്റ്റർമാർ ഇരിപ്പുണ്ടല്ലോ, സിസ്റ്റർമാർ ഉറപ്പായി ഇത് കേട്ടോ. പിന്നെ എന്തുകൊണ്ടേ ഇന്ന് കന്യാസ്ത്രീകളാകാൻ പിള്ളേർ പോകുന്നില്ല? എനിക്കറിയില്ല. ഒരുപക്ഷെ ദൈവവിളിയുടെ വിളനിലമായിരുന്നു ഈ കൊച്ചി. അനേക സിസ്റ്റേഴ്സിന് ജന്മം കൊടുത്ത അമ്മമാരായിരിക്കണം എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഏതാനും അച്ഛന്മാരുടെ അമ്മമാരും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടെന്നൊക്കെ എനിക്കറിയാം. ദൈവമക്കളെ, എന്തേ ക്രിസ്തുവിനോട് ഈ അടുപ്പം നമ്മുടെ മക്കൾക്ക് തോന്നാത്തത്? കാരണം നമ്മുടെ ചോരയിൽ ഈ അടുപ്പമില്ല മക്കളെ. ഇപ്പം നമ്മുടെ അപ്പൻ അമ്മമാർക്കുണ്ടായിരുന്ന അടുപ്പം ഇന്ന് നമുക്ക് ക്രിസ്തുവിനോടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറയുക, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാൻ, നിങ്ങളുടെ സന്തോഷം പൂർത്തിയാക്കാൻ വേണ്ടിയാ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയക്കുറവ് പോലെ 16-ാം അധ്യായം അങ്ങ് വിട്ടുകളയുക. 16-ാം അധ്യായത്തിൽ 28-ാം വാക്യം, ഈശോ എങ്ങനെ കുരിശിലേക്ക് പോയി? നമ്മുടെ ചോദ്യം അതായിരുന്നു. നമ്മുടെ ചോദ്യം തൊട്ട് മുമ്പിലത്തെ വാക്യം കൂടെ വായിച്ചു തുടങ്ങാം അല്ലേ? ഈശോ പറയുക, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും. ഒരു വേദനയുടെ മുമ്പിൽ നിലവിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? വീട്ടിൽ ഒരാൾ മരിച്ചാൽ കരയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നിങ്ങളുടെ ഭവനത്തിൽ ഒരാൾ മരിച്ചാൽ കരയാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഈശോ സംസാരിക്കുക. തൻ്റെ മരണത്തിൻ്റെ തലേന്നാൾ ഈശോ പറയുന്ന കാര്യങ്ങളായിരുന്നു. നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും. ജീവിതത്തിൻ്റെ കുരിശുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഹല്ലേലൂയ. ഈ കുരിശ് ഉത്ഥാനമായി മാറാൻ ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസമേ ഉള്ളൂ പൈതലേ.
നീ കിടക്കുന്ന കുരിശ് ഇതാ ഒരു ഉത്ഥാനത്തിന്റെ വാതിലായി മാറുവാൻ ഏതാനും മണിക്കൂറുകൾ മതി. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകും. പ്രസവവേദന അസ്ഥികൾ ഒടിയുന്ന വേദനയാണ്. പക്ഷേ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ അവൾ പുഞ്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹനത്തിന് ക്രിസ്തു പറയുന്ന ഉപമയായി ഇപ്പം വായിച്ചു കേൾപ്പിച്ചത്. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഒരു കുരിശിനെ മറികടന്നിട്ട് നിനക്ക് കിട്ടാൻ പോകുന്ന സന്തോഷത്തെ എടുത്തു മാറ്റാൻ ആർക്കും കഴിയുകയില്ല. എന്നിട്ട് പറയാ, എന്നിട്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് തരും. പക്ഷെ നിങ്ങൾ അന്നേരം ഒന്നും ചോദിക്കില്ല, പിതാവിനെ മാത്രം മതി. ഹല്ലേലൂയ. ഈശോ പറയുന്ന 28-ാം വാക്യം 16-28, ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക്. ഒരു യാത്രയാണ് മക്കളെ ഇത്. ജീവിതത്തിൻ്റെ ഒരു യാത്രയിലാണ് ഈ വേദനകളും ഈ ഭവനമില്ലാത്ത ഇടങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് 17-ാം അധ്യായത്തിൽ പറയാം, പിതാവേ സമയമായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ മാതാവ് ആ കാനായിലെ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു, മോനെ എടാ മക്കളെ വീഞ്ഞില്ലടാ, വീഞ്ഞില്ല. അവര് നാണം കെട്ട് സങ്കടപ്പെട്ട ആ ചേച്ചി അവിടെ നിന്ന് കരയുക. നമ്മുടെ തങ്കമ്മ ചേച്ചി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നടാ, വീഞ്ഞില്ല, ചെറുക്കൻ്റെ കല്യാണമാണ്, എന്നാ പറ്റിയതൊന്നും അറിയത്തില്ല, സങ്കടപ്പെട്ടിരിക്കുക. ഈശോ എന്നാ പറഞ്ഞു, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. My hour has not come. മകളെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു ദൈവശാസ്ത്രം പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചു കേട്ടോ. ഈശോ പറഞ്ഞു, പറ്റില്ലമ്മ, എൻ്റെ സമയമായില്ല, എൻ്റെ സമയമായിട്ടില്ല. പിടികിട്ടിയോ നിങ്ങൾക്ക്? മുന്തിരി പിഴിയാതെ, മുന്തിരിച്ചാറില്ലാതെ ചോര ഉണ്ടാക്കാൻ പറ്റില്ലമ്മ. മുന്തിരി പിഴിയാൻ സമയമായിട്ടില്ല. ഈശോയാകുന്ന മുന്തിരി. എന്നെ തള്ളിവിടല്ല, എന്നെ തള്ളിവിടല്ല, ആ മണിക്കൂറിലേക്ക് തള്ളിവിടല്ല. ഇനിയും 3 വർഷം കൂടെ ഉണ്ട് എനിക്ക്, ഇനിയും എനിക്ക് 3 വർഷം കൂടെ ഉണ്ട്. എന്നെ തള്ളിവിടല്ല. My hour has not come. എൻ്റെ സമയമായിട്ടില്ല. ദൈവമക്കളെ, അത്ഭുതങ്ങളൊക്കെ ആരംഭിക്കുന്നത് കുരിശിൽ നിന്നാണ്. ഞാൻ ഇനിയും മരിച്ചിട്ടില്ല, ഞാൻ ഇനിയും സഹിച്ചിട്ടില്ല, ഇനിയും ഞാനിതാ പിഴിയപ്പെട്ടിട്ടില്ല, ഇനിയും എന്റെ ചോര ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടിട്ടില്ല. ഒരു അത്ഭുതത്തിന്റെ പിന്നില് ഒരു ചോര ചിന്തലുണ്ട് മക്കളെ. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ഈശോ അപ്പാ സമയമായി. കുറച്ച് മുമ്പ് ഞാൻ വായിച്ചില്ല 13-ാം അധ്യായത്തിൽ യൂദാസ് ഇറങ്ങിപ്പോകുന്നൊരു പോക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. അവന്റെ യാത്ര പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി യാത്രയാവുക. ദൈവമക്കളെ, ഇതാ വീണ്ടും വീണ്ടും അപ്പാ, ഞാനും അപ്പനും ഒന്നായിരിക്കുന്നത് പോലെ ഇവനും ഒന്നായിരിക്കാൻ കുർബാനയുടെ രഹസ്യങ്ങൾ പഠിപ്പിച്ചു തരിക മക്കളെ. അപ്പാ, ഞാനും അങ്ങ് ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കാൻ സഭയുടെ രഹസ്യം പഠിപ്പിക്കാൻ പോവുക. ഇവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി അപ്പാ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കാൻ, ഇവരും പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആയിരിക്കുന്നത് പോലെ ഇവർ നമ്മളിലും നമ്മൾ ഇവരിലുമായിരിക്കാൻ. സഭാരഹസ്യം മക്കളെ, കുർബാനയുടെ രഹസ്യം. അവൻ അങ്ങനെ ഈ ലോകത്തിൽ നിന്നും തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോകേണ്ട സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് അവൻ അറിഞ്ഞു. അവൻ സ്നേഹിച്ചു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെയൊക്കെ അവിടുന്ന് സ്നേഹിച്ചു. ആരൊക്കെ തമ്പുരാനോട് ചേർന്ന് നിന്നോ അവരെയൊക്കെ അവിടുന്ന് സ്നേഹിക്കുക. പൊന്നുകുട്ട, ഈ രാത്രിയിൽ നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ അവരോടൊത്ത്
അത്താഴം കഴിക്കാനായി. നിങ്ങൾക്കറിയാം, പെസഹ തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ ചെയ്യാനായിട്ട് പത്രോസിനെയും യോഹന്നാനെയും കർത്താവ് പറഞ്ഞു വിടുക. പത്രോസും യോഹന്നാനും. നാളെ സഭയെ ഭരിക്കേണ്ട മാർപ്പാപ്പയാണ്. മറ്റവൻ ചാരിക്കിടക്കുന്നവനാ യോഹന്നാൻ. രണ്ടുപേരെയും കൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് പറഞ്ഞു വിടുക. ഒരു കുഞ്ഞാടിനെ വേണം നമുക്ക്, അവസാനത്തെ കുഞ്ഞാട്, ലോകചരിത്രത്തിലെ അവസാനത്തെ കുഞ്ഞാടിനെ വേണം. ചെന്നു പത്രോസും യോഹന്നാനും കൂടെ ഇതാ ജെറുസലേം ദേവാലയത്തിൽ മുമ്പിൽ ചെല്ലുമ്പോൾ പെസഹ കുഞ്ഞാടുകളെ വിൽക്കുന്ന ആളുകൾ ഇരിപ്പുണ്ട്. എല്ലാ ആടുകളെയും ബലിയർപ്പിക്കാൻ പറ്റത്തില്ല. ദേവാലയത്തിൽ ബലിയർപ്പിക്കാനുള്ള ആടുകളെ പ്രത്യേകം വളർത്തും. ഞാൻ പറഞ്ഞില്ല ഇതുവരെ. ലൂക്കാസ് സുവിശേഷത്തിൽ ഈശോയുടെ അടയാളമായിട്ട് പറഞ്ഞെന്താ? പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ശിശു. എന്താ ഈ പിള്ളക്കച്ച? യെരൂശലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാനുള്ള ആടുകളെ പൊതിയുന്ന കച്ചയുടെ പേരാണ് പിള്ളക്കച്ച. അവൻ ജനിച്ച നാളില് അവനെ പൊതിച്ചത് ഒരു സാധാരണ കുഞ്ഞിനെ പുതപ്പിക്കുന്ന പുതപ്പ് കൊണ്ടല്ല, ഒരു ബലിക്കുഞ്ഞാടിനെ പുതപ്പിക്കുന്ന പുതപ്പ് കൊണ്ട് പുതപ്പിക്കപ്പെട്ട് നീട്ടി വിളിച്ച് കരഞ്ഞവന്റെ പേരാണ് ഉണ്ണീശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജെറുസലേം നിങ്ങൾ കേട്ടിട്ടുണ്ട് കഥകളൊക്കെ, ഒത്തിരി വിശദീകരിക്കാൻ സമയമില്ല. ലക്ഷക്കണക്കിന് മനുഷ്യന്, ഒരു 20 ലക്ഷം പേരെങ്കിലും ജെറുസലേമിൽ വരുമത്രേ. എന്ന് വെച്ചാൽ ഒരു 20 ലക്ഷം കുഞ്ഞാടുകളെ അന്ന് കൊല്ലും. ഒരു 20 ലക്ഷത്തോളം കുഞ്ഞാടുകളെ അന്ന് കൊല്ലും. ദേവാലയത്തിൽ 20 ലക്ഷം കുഞ്ഞാടിൻ്റെ ചോരയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിക്കും. 20 ലക്ഷം കുഞ്ഞാടുകളുടെ ചോര ഒരു ചോരപ്പുഴയായിട്ട് ഇങ്ങനെ കെത്രോൻ താഴ്വരയിലൂടെ ഇങ്ങനെ ഒഴുകിയിറങ്ങുക. ഈശോ മർക്കോസിൻ്റെ മാളിക മുറിയിലെത്തുക. മർക്കോസിൻ്റെ മാളിക മുറിയിലെത്തുമ്പോൾ പത്രോസും യോഹന്നാനും കൂടെ ആടിനെ കൊണ്ടുവന്ന് ഇതാ മാളിക മുറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു കമ്പിൽ കുത്തിയെടുത്താണെന്നാണ് പറയണത്. കാരണം അതിനെ ഇനി ദഹിപ്പിക്കാനുള്ളതാ, തീയിൽ ചുട്ടെടുക്കാൻ വേണ്ടി അതിൻ്റെ വയറ്റിലൂടെ ഒരു കമ്പി കയറ്റും. അത് ശരിക്കും വിരിഞ്ഞു നിൽക്കാനായിട്ടൊരു കമ്പി കയറ്റും. ആ കമ്പിയിൽ ഇങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് വന്ന ഒരു കുഞ്ഞാടിനെ നിങ്ങൾ ആദ്യം ഒന്ന് ധ്യാനിക്കുമോ? ഒരടയാളം. ഇവൻ ഒരു കമ്പിൽ ഉയർത്തപ്പെടാൻ പോവുക. അവനെ എടുത്തു കൊണ്ടുവന്ന ആടിനെ കൊണ്ടുവന്ന് ഇതാ മാളിക മുറിയിലേക്ക് കടക്കുമ്പോൾ ഈശോ തമ്പുരാൻ കയറി വരുമ്പോൾ ശിഷ്യന്മാർ 12 പേരുണ്ട്. ഈശോ സാവധാനം ആ മൂലയ്ക്കുള്ള കുഞ്ഞാടിനെ കണ്ടിട്ട് അവൻ പതുക്കെ പോയി അൾത്താരയുടെ നടുക്കിരുന്നു. ശിഷ്യന്മാർ വന്ന് വട്ടമിരുന്നു. അവർ വന്നിരുന്നു. ദൈവമക്കളെ, ഇതാ പെസഹായുടെ സമയമായി. അവൻ സാവധാനം അവിടുന്ന് എഴുന്നേറ്റിട്ട് ഓരോരുത്തരുടെ മുമ്പിൽ പത്രോസിന്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി നിന്നു. അവൻ്റെ മേലങ്കി മാറ്റി അരയിൽ കച്ചയും കെട്ടി അവനിരുന്ന് പത്രോസിൻ്റെ പാദങ്ങളിലേക്ക് കുനിയുമ്പം പത്രോസ് കാല് പിൻവലിച്ചു. പൊന്നുമക്കളെ, നാളത്തെ കുമ്പസാരമായി പറയണത് നീ ഇരുന്നിട്ട് നിന്റെ കാല് നീട്ടുമ്പോൾ ആ കാല് കർത്താവ് കഴുകുന്നതിൻ്റെ പേരെ കുമ്പസാരം. നിന്റെ മുമ്പിൽ നിന്റെ ദൈവം മുട്ടുകുത്തുന്നു. മക്കളെ, ഒരു കുർബാന എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ധ്യാനമുണ്ടെങ്കിൽ, ഈ ഒരു ഓർമ്മ നിനക്കുണ്ടെങ്കിൽ നീ ചാടിക്കയറും പള്ളിക്കകത്ത് ഒന്നാമത് വന്നിരിക്കാനായിട്ട്. അവൻ നിന്റെ കാല് കഴുകുന്നെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ബൈബിൾ വായിച്ച് നോക്കി അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണെന്ന്. അവനിരുന്നു. പത്രോസ് പറഞ്ഞു, നീ എൻ്റെ പാദം കഴുകരുത്, നീ എൻ്റെ കാല് കഴുകരുത്. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എനിക്കും നിനക്കും തമ്മിൽ ബന്ധമില്ല. ബൈബിളിലെ ഒരു വിഷയം മക്കളെ, കഴുകല്. പഴയ നിയമത്തിൽ പുരോഹിതരാകാനുള്ള അഹ്റോനെയും മറ്റുമൊക്കെ കഴുകുന്നൊരു സംഭവമുണ്ട്. മോശപ്രവാചകൻ കൂടാരത്തിന് പുറത്ത് വെച്ച് അവരെ കഴുകിയതുപോലെ ഇത് അപ്പോസ്തലന്മാരെ പുരോഹിതരാക്കുക. കുമ്പസാരത്തിലൂടെ കർത്താവിൻ്റെ പ്രിയപ്പെട്ട പുരോഹിതരായി തീരുക. പത്രോസ് പറഞ്ഞു,
എന്നെ പാദങ്ങൾ മാത്രം പോരാ, എൻ്റെ ശിരസ് മുതൽ അങ്ങ് കഴുകിയാലും തമ്പുരാൻ പറഞ്ഞു, കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ കഴുകിയാൽ മതി. നോക്കുന്നുണ്ടോ നിങ്ങൾ? മോശപ്രവാചകനെ, നിന്റെ കാലുകളിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. ശുദ്ധിയില്ലാതെ കുർബാന സ്വീകരിക്കാൻ പോകരുത് മക്കളെ. ശുദ്ധിയില്ലാതെ കുർബാന സ്വീകരിക്കാൻ കയറരുത്. ഞാൻ വീണ്ടും കൂട്ടിച്ചേർന്നു, 2 ആഴ്ച കഴിഞ്ഞ് കുമ്പസാരമെങ്കിൽ കുർബാന സ്വീകരിക്കാൻ പോകല്ല. 2 ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ കുമ്പസാരിക്കണം. ഇതാ കർത്താവ് പാദങ്ങൾ കഴുകി. അവൻ വീണ്ടും എഴുന്നേറ്റ് തിരിച്ചു വന്നു. അവനിങ്ങനെ വന്നിരിക്കുമ്പോൾ ഇതാ ഇടതുവശത്തിരിക്കുന്നത് യോഹന്നാൻ, വലതുവശത്തിരിക്കുന്ന യൂദാസ്. ഈശോ ഇങ്ങനെ വലത് കരത്തിൽ അപ്പം എടുക്കുമ്പോൾ ചങ്കിൽ ഇങ്ങനെ ചാരിക്കിടപ്പുണ്ട്. കർത്താവിന്റെ നെഞ്ചിൽ ഇങ്ങനെ ചാരിക്കിടപ്പുണ്ട് യോഹന്നാൻ. യൂദാസ് തൊട്ടടുത്തിരിപ്പുണ്ട്. അവൻ അപ്പം എടുത്തു വിറയ്ക്കുന്ന കൈയോടെ പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം. എൻ്റെ ശരീരം എൻ്റെ ശരീരം പോലെ ഇരിക്കുന്നതല്ല, ഇതെൻ്റെ ശരീരത്തിൻ്റെ അടയാളമാണെന്നല്ല, ഇതെൻ്റെ ശരീരമാണ്. നിങ്ങൾക്കറിയാലോ, പെസഹ വ്യാഴാഴ്ച ആരംഭിച്ച കുർബാന തീരുന്നത് ഈസ്റ്റർ ഞായറാഴ്ചയാണ്. ഈസ്റ്റർ ഞായറാഴ്ച കുർബാന ആരംഭിച്ചിവിടെ. വിറയ്ക്കുന്ന കൈയോടെ അവനിത് ഉയർത്തുമ്പോൾ ഈ ചങ്കിക്കടന്ന് മിടിപ്പറഞ്ഞതുകൊണ്ട് നാളെ ബാക്കി പറഞ്ഞു തരാം അവിടെ. ഇതാ അവൻ വീണ്ടും പാനപാത്രം ഉയർത്തി. എൻ്റെ രക്തമാണ്, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തം. പൊന്നുമക്കളെ, വെറുതെ ചിന്തിച്ചോ നമ്മുടെ കുർബാനകളൊക്കെ എങ്ങനെ പോകണമെന്ന്. ആ കുർബാനയിൽ നിനക്ക് കർത്താവിൻ്റെ ചോരയുടെ മണം കിട്ടാറുണ്ടോ? കർത്താവിൻ്റെ ഇറച്ചിയുടെ മണം കിട്ടാറുണ്ടോ? കർത്താവിൻ്റെ മാംസത്തിന്റെ മണം കിട്ടാറുണ്ടോ? ഓടി വരരുത് കുർബാന സ്വീകരിക്കാൻ, ഓടി വരരുത് കുർബാന സ്വീകരിക്കാൻ. യോഗ്യനല്ല ഞാൻ, യോഗ്യതയില്ല കർത്താവ്. അവൻ പറഞ്ഞാൽ വന്നോണം, വന്ന് സ്വീകരിച്ചോണം. ഞാൻ വിമലഗിരി കത്തിയിട്ടില്ല, കോട്ടയത്ത് താമസിക്കുന്നിടത്ത് ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. നടക്കല്ലിൽ മുത്തിയിട്ട് കയറി വരുന്ന മനുഷ്യരെ ഞാൻ കാണാൻ പറ്റും. താഴെ വന്ന് മുത്തിയിട്ട് എനിക്ക് തോന്നുന്നു അനുവാദം ചോദിച്ചു. നമ്മൾ ചാടിക്കേറി ഓടിക്കയറാനുള്ള സ്ഥലമല്ല പള്ളി. നീ പള്ളിക്ക് ബഹുമാനം കൊടുത്ത പള്ളി നിനക്ക് ബഹുമാനം തരും. നീ പള്ളിക്ക് ബഹുമാനം കൊടുത്ത പള്ളി നിനക്ക് ബഹുമാനം തരും. ദൈവമക്കളെ, ഇതാ അവര് ഈശോ ഇതാണ് അപ്പം എടുത്തു പാനപാത്രം താത്തു വെച്ചു. സാവധാനം അപ്പം നീട്ടിക്കൊടുത്തു. ഓരോരുത്തരുടെ അപ്പം എടുത്തിട്ട് പാനപാത്രത്തിൽ മുക്കി കഴിക്കാൻ തുടങ്ങി. ആദ്യം മുക്കിയവൻ്റെ പേര് യൂദാസ്. യൂദാസ് നിങ്ങൾക്കറിയാം, ലോക ചരിത്രത്തിലെ ആദ്യത്തെ കുർബാന സ്വീകരിച്ചവന്റെ പേരറിയത്തില്ലെങ്കിൽ ഓർത്തു, യൂദാസ് കറിയോത്ത. യൂദാസ് കറിയോത്ത് കുർബാന ആദ്യം സ്വീകരിക്കുന്ന പേര് ജൂഡാസ് കറിയോത്ത്. ഈ സായാഹ്നത്തിൽ നീ അല്ലെങ്കിൽ നാളെ കുർബാന സ്വീകരിക്കുമ്പോൾ ചങ്കത്തടിച്ച് ചോദിക്കണം, ഞാൻ യൂദാസ്, ഞാൻ യൂദാസ്. അവൻ ഇരുട്ടിലേക്ക് പോയി എന്ന തിരുവചനം യോഹന്നാൻ എഴുതി വച്ചിരിക്കുക. ദൈവമക്കളെ, ഈശോ പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, സാത്താൻ നിന്നെ പതിര് പാറ്റുന്നത് പോലെ പാറ്റാൻ നോക്കുക. സഭയെന്നൊക്കെ ഇളക്കിക്കൊണ്ടുപോകാൻ എന്തുമാത്രം ശ്രമങ്ങളാണ് നടക്കുന്നത്. സഭയെ തകർത്ത് കളയാൻ എന്തുമാത്രം ശ്രമങ്ങളാണ്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പത്രോസ്, ഇല്ല കർത്താവേ, മരിക്കട്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടിട്ട് പോകത്തില്ല. എത്ര സത്യപ്രതിജ്ഞകളല്ലേ, എത്ര സത്യപ്രതിജ്ഞകൾ. ധ്യാനത്തിനിരിക്കുമ്പം മനസ്സിലാകാത്ത ആരെങ്കിലും ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിയാണല്ലോ ശരിയാണല്ലോ എന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കും 90% പേരും ആത്മാവുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുക, ശരിയാണല്ലോ ഇത്. പത്രോസ് പറഞ്ഞു, ഇല്ല കർത്താവേ, നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ സന്നദ്ധനാ. ശബേവന്, നീ എനിക്ക് വേണ്ടി മരിക്കുമെന്നോ? ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിക്കളയും. ഒരു കുർബാന രാത്രിയെ പറ്റിയാ പറയുന്നത്. എന്നിട്ടവർ സ്തോത്രഗീതം പാടി അവർ ഒലിവ് മലയിലേക്ക് പോയി. ഒലിവ് മല, ഈശോ സ്ഥിരം പ്രാർത്ഥിക്കാൻ പോകുന്ന മല. യെരൂശലേം ദേവാലയം അങ്ങേ മലയിൽ, ഒലിവ് മല ഇങ്ങേ മല. ഒലിവ് മലയിലേക്ക് പോയി.
അവന് ജെറൂസലേം ദേവാലയം കാണാം. ഒലിവ് മലയിൽ അവൻ പോയ സ്ഥലത്തിനിട്ടിരിക്കുന്ന പേര് ഗത്സമൻ. ഗത്സമൻ. ഗത്സമൻ എന്ന വാക്കിന്റെ അർത്ഥം എണ്ണച്ചക്ക്, ഒലിവുകായ പിഴിയുന്ന, ഒലിവുകായിട്ട് ഇടിക്കും. ഒലിവുകായിട്ട് ഇടിച്ചിട്ട് ഒലിവുകായുടെ വിത്തെടുത്ത് മാറ്റിയിട്ട് ഇടിച്ച് ചതച്ച ഒലിവൻകായെടുത്ത് ഈ ചക്കിനകത്തേക്കിടും. അതിനകത്തെ എണ്ണയാണത്രേ ദേവാലയത്തിൽ കത്തിക്കുന്ന വിളക്കിലെ എണ്ണയായി മാറും. അതിനകത്തെ എണ്ണയാണ് ദേവാലയത്തിലെ വിളക്ക് കത്താനുള്ള എണ്ണയായി മാറുന്നത്. ഞങ്ങൾ ബസലിക്കായിൽ പെസഹ വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ പോകുന്നുണ്ടെങ്കിൽ തൈല പരികർമ്മ പൂജയും ക്രിസമ്മാസ് എന്ന് പറയുന്നത്, ക്രിസ്തുവാ പൊന്നുമക്കളെ. എനിക്കും ക്രിസ്തുവിനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. പറ്റുമെങ്കിൽ പോകണം മക്കൾ, നിങ്ങളെല്ലാവരും ക്രിസമ്മാസിന് പോകണം. ഇവിടെ എന്നാന്ന് എനിക്കറിയില്ല. നമ്മുടെ രൂപതയിൽ ബുധനാഴ്ച രാവിലെയാണ്. ചൊവ്വാഴ്ച രാത്രി അച്ഛന്മാർ വരും. ബുധനാഴ്ച രാവിലെ 7:30 മണിക്കാണ് അഭിവന്ദ്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ എല്ലാ വൈദികരും ചേർന്ന്, സന്യസ്തരും ദൈവമക്കളും ചേർന്നുള്ള തൈല പരികർമ്മ പൂജ. പോകാൻ പറ്റുമെങ്കിൽ പോ. ഇന്ന് വരെ പോയിട്ടില്ലെങ്കിൽ പോണം. ആ തൈലങ്ങൾ പരികർമ്മം ചെയ്യുമ്പോൾ നിനക്കൊരു അഭിഷേകം കിട്ടും. ഇതാ ഗത്സമനിലെത്തി. വചനം പറയുന്നു, ലൂക്കാസ് വിശേഷകം പ്രത്യേകം എഴുതി വച്ചിരിക്കുക. അവൻ അവിടെ ചെന്ന് ഇതാ പാറമേൽ കമിഴ്ന്നു വീണവൻ പ്രാർത്ഥിച്ചു. കമിഴ്ന്നു വീഴുന്നത് അനുതാപിയുടെ ലക്ഷണമാണ്. പരാജയപ്പെട്ടവന്റെ ലക്ഷണമാണ്. വീണുപോയവന്റെ ലക്ഷണമാണ്. പൊന്നു കർത്താവിതാ ഗത്സമൻ തോട്ടത്തിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു. ലൂക്കാസ് വിശേഷകൻ എഴുതിയിരിക്കുക, അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് മാറി. അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് മാറി. പൊന്നുമക്കളെ, ഒരു മാനസിക ടെൻഷൻ വരുമ്പോ ഹെമറേജ് വന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞരമ്പ് പൊട്ടിയെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവിടെ ഡോക്ടർമാർ ഇരിപ്പുണ്ടെങ്കിൽ, എതിരഭിപ്രായമുണ്ടെങ്കിൽ ഇപ്പോൾ അൾത്താരയിലേക്ക് നിങ്ങൾക്ക് വരാം. അത്രമേൽ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിലെ ഞരമ്പുകൾ പൊട്ടുകയും വിയർപ്പിന് പകരം ചോരത്തുള്ളികൾ ഒഴുകുകയും ചെയ്യോ. ഹല്ലേലൂയ. നിന്റെ കർത്താവ് കടന്നുപോയ ഒരു മാനസിക വഴി തൊട്ടു മുമ്പ് എഴുതിയിട്ടുണ്ട്. എന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു. ഗത്സമനിലേക്ക് നടക്കുമ്പോ ഈശോ പറയുക, എന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു. മരണത്തോളം എന്റെ ഹൃദയം ദുഃഖിതമായിരിക്കുന്നു. അവ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ മറക്കണ്ട. എന്റെ കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, അപ്പാ, if it is possible, take away this cup. ദൈവമക്കളെ, കുർബാന ഇതൊക്കെ നമ്മളെ വിളിച്ചെന്നിട്ട് ഞങ്ങൾ കർത്താവേ, ഈ ക്യാൻസർ ഒന്ന് മാറ്റാവോ, ഈ സങ്കടങ്ങൾ ഒന്ന് മാറ്റാവോ, ഈ പരാജയം ഒന്ന് മാറ്റാവോ, ഈ മരണം ഒന്ന് മാറ്റിത്തരാവോ. But not my will, but your will be done. കുർബാന എൻ്റെ ഇഷ്ടമല്ല. ഈ രാത്രിയിൽ എൻ്റെ പൊന്നമ്മമാർ, എൻ്റെ പൊന്നപ്പച്ചന്മാർ, എൻ്റെ സഹോദരങ്ങൾ പ്രാർത്ഥിക്കണം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എൻ്റെ ഇഷ്ടമല്ല, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. മൂകമാം രാത്രിയിൽ ഏകനായി ഗത്സമേൻ തോട്ടത്തിൽ മുട്ടുകുത്തി നേത്രങ്ങൾ സ്വർഗത്തിലേക്കുയർത്തി താരൻ്റെ നേരയാ സൂനു നോക്കി. മൂകമാ രാത്രി ഏകനായി കൈപ്പേറുവി കാസ എൻ പിതാവേ, സാധ്യമാ നാളതെന്നുടെ ഇഷ്ടമല്ല, നിൻ തിരുചിത്തം പോലായിടേണം. ഒരു നിലവിളി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക.
അവസാനമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ ഉണർന്ന് അവൻ ചെന്ന് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ഒരു കല്ലേറ് ദൂരത്തിരുത്തിയ പത്രോസും യാക്കോബും യോഹന്നാനും ആദ്യത്തെ 3 മെത്രാന്മാരിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. തളർന്നുപോയി മകളെ. നമുക്ക് തിരിച്ചറിവില്ലല്ലോ. ആ രാത്രി ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. എനിക്ക് ഇന്ന് അവനോട് വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ട്. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇല്ല ഇല്ല, ഞാൻ ഉറങ്ങില്ല. ചോദിച്ചു, 1 മണിക്കൂർ നിങ്ങൾക്ക് ഉറന്നിരിക്കാൻ അവ വീണ്ടും പോവുക. ചങ്ക് പൊട്ടിയിട്ട് ചോദിച്ചതാ. എനിക്ക് ഈശോ ആകപ്പാടെ ചോദിച്ചൊരു കാര്യം അതാ. 1 മണിക്കൂർ നിനക്ക് നിങ്ങൾക്ക് എന്നോട് ഉണർന്നിരിക്കാൻ മേലെ. ഒരു കുർബാനയ്ക്കുള്ള കൊതിയായിരിക്കും മക്കളെ. നിങ്ങളെല്ലാം കൂടെ വന്ന് പള്ളി വന്ന് കുർബാനയ്ക്കൂടാനുള്ള കൊതിയായിരിക്കും. അല്ലെ കുർബാന ഈശോയ്ക്ക് നിങ്ങളെ കാണാനുള്ള കൊതിയായിരിക്കും. 1 മണിക്കൂർ പറഞ്ഞു, സമയമായി, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി, വാ പോകാം. നോക്കുമ്പോൾ ഒരു ബഹളം കേൾക്കുക. ഒരു പറ്റം മനുഷ്യരിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുക. നോക്കി മുമ്പിൽ കയ്യൊക്കെ കൂവി കുനിഞ്ഞൊരുത്തം വരുന്നുണ്ട്. ജൂഡസ് ഇസ്കറിയോത്ത്. കുർബാന സ്വീകരിച്ചിട്ട് ഇറങ്ങിപ്പോയവൻ ദേ വരുന്നു. ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കണേ? യേശുവിനെ. അത് ഞാൻ തന്നെയാണ്. I am who I am. ശ്രദ്ധിച്ചു വായിച്ച ബൈബിള്. ആ ഗത്സമൻ തോട്ടത്തിൽ ഈശോ വെളിപ്പെടുത്തി കുർബാന എന്താന്ന്. ഞാൻ തന്നെയത്. I am who I am. അന്ന് മലമുകളില് മോശയ്ക്ക് വെളിപ്പെട്ട കർത്താവ് ഇതാ അന്ന് വെളിപ്പെടുത്തിയത് ഞാനാകുന്നവനാകുന്നു. അവര് കമിഴ്ന്ന് വീണു എന്നൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അവർ വീണ്ടും എഴുന്നേറ്റ് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ആ സമയത്ത് യൂദാസ് മുമ്പോട്ട് വന്ന് ചുംബിച്ചു. ഉമ്മ ചുംബിച്ചു. ഈശോ ചോദിച്ചു, സ്നേഹിത മൈ ഫ്രണ്ട് ചുംബിച്ചാണോടാ ഒറ്റിക്കൊടുക്കണ്ടേ? ചുംബിച്ചാണോടാ ഒറ്റിക്കൊടുക്കണ്ടേ? സഭയുടെ ഹൃദയത്തിൽ മുഴങ്ങേണ്ട ഒരു ചോദ്യമാ. പൗരോഹിത്യത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാ. സന്യാസത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാ. കുടുംബ ജീവിതത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാ. ഓരോ തവണയും ഞാൻ അൾത്താരയിലേക്ക് കുമാരിക്ക് വേണ്ടി കയറി വരുമ്പം അവന്റെ ആൾത്താരെ ചുംബിക്കുമ്പോൾ, കുർബാനയ്ക്ക് വരുന്ന അച്ഛൻ ചുംബിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ പലപ്പോഴും ഈ ചോദ്യം കേട്ടിട്ടുണ്ട്. സുവാസിയ, സ്നേഹിത, ചുംബിച്ചാണോടാ എന്നെ ഒറ്റിക്കൊടുക്കേണ്ടത്? അവൻ ആഞ്ഞ് ചുംബിച്ചു എന്നൊക്കെയാ പറയുന്നത്. ദൈവമക്കളെ, ഇതാ കർത്താവിന്റെ മേലെ അവർ ചങ്ങലകൾ വലിച്ചിട്ടു. അവനെ വലിച്ചു കൊണ്ടുപോവുക. ചരിത്രം ജോസഫൂസൊക്കെ എഴുതി വച്ചിരിക്കുന്നു. 600 പട്ടാളക്കാര് 600 പട്ടാളക്കാര് ഈ ബലഹീനരായ ഈശോയെ, ഈ 33 വയസ്സുകാരൻ, ഒരു 5 അടി 6 ഇഞ്ച് പൊക്കം, ഒരു 60-70 കിലോ തൂക്കം, അത്രയുള്ളൂ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ചുറ്റും 600ഓളം പട്ടാളക്കാർ. ഒന്ന് ആലോചിച്ച്, അവനെ അടിച്ച്, അവനെ വലിച്ച്. നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാം ഞാൻ പറയുന്നത്. അവനെ കൊണ്ടുപോകുന്നത് അന്നാസ് പ്രധാന പുരോഹിതന്റെ മാളികയിലേക്ക്.
യെരൂശലേം ദേവാലയത്തിന്റെ ഓരത്തിലേക്ക് കൊണ്ടുപോയി. പെസഹ കുഞ്ഞാട്. യോഹന്നാൻ സുവിശേഷം ആരംഭിക്കാൻ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് കുമാര ഉയർത്തിയിട്ട് അച്ഛൻ പറഞ്ഞല്ലേ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. അവൻ ജനിച്ചത് അതിനു വേണ്ടിയാ, ബലിക്കുഞ്ഞാടാകാൻ, ബലിക്കുഞ്ഞാടാകാൻ. ഇതാ അന്നാസിന്റെ അരമനയിൽ, അന്നാസിന്റെ കൊട്ടാരത്തിൽ ആരാധിക്കേണ്ട പുരോഹിതൻ അപമാനിക്കുകയാണ്. അപമാനിച്ചിട്ട് അടുത്തത് പ്രധാന പുരോഹിതന്റെ അടുക്ക കയ്യഫാസിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുക. അവിടെ വെച്ച് അവ കണ്ടുപിടിച്ചു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. എന്താ ഈ ദൈവദൂഷണം? ഇവൻ പറഞ്ഞു ഇവൻ ദൈവപുത്രനാണെന്ന്. I am the son of God. യേശു ക്രിസ്തുവിനെതിരെ പറഞ്ഞ കുറ്റം 1. 2, ഈ ആലയം നശിപ്പിക്കുക. 3-ാം ദിവസം ഈ ആലയം നശിപ്പിക്കുമെന്ന് അവൻ പറഞ്ഞു. 3-ാം ദിവസം അവൻ പണിതുയർത്തുമെന്ന്. ദൈവമക്കളെ തീരുമാനിച്ചു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. പക്ഷെ യഹൂദന് കൊല്ലാൻ അനുവാദമില്ലല്ലോ, റോമൻ ഭരണത്തിന് കീഴിലാണ്. പീലാത്തോസിന്റെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുക. കാരണം പെസഹ തിരുനാളിന്റെ നാളുകളാണ്. 10-20 ലക്ഷത്തോളം മനുഷ്യരിതാ ജെറൂസലേമിൽ വന്നിരിക്കുന്നു. പീലാത്തോസ് എത്തിയിട്ടുണ്ട് അവിടെ. ഈ രാത്രിയിൽ ഒരു വലിയ കലാപമുണ്ടാകും. വലിയൊരു കലാപമുണ്ടായിട്ട് റോമാക്കാരെല്ലാം തകർത്തടിയും. ഇതാ മെസ്സിഹ എന്ന് പറഞ്ഞ് യേശു എന്നൊരാൾ വരുന്നുണ്ട്. അലേർട്ട്, അലേർട്ട്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുക. ഡെഡ് അലേർട്ട് കൊടുത്തിരിക്കുക. നോക്കിക്കേ, പീലാത്തോസിന്റെ അരമനയിലേക്ക് കൊണ്ടുവല്ലപ്പെടുക. അവനെ വലിച്ചഴച്ച്, അവന് കാക്കിച്ച് തുപ്പി തലക്കടിച്ച് കരണക്കുറ്റിക്കടിച്ച് ഇതാ പീലാത്തോസിന്റെ അരമനയിലെത്തുക. പീലാത്തോസ് ചോദിച്ചു, എന്നാ നിന്റെ കുറ്റം? നീ യഹൂദന്മാരുടെ രാജാവാണോ? നീ യഹൂദന്മാരുടെ രാജാവാണോ? പാവത്താൻ കെട്ടിയോള്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹെരോദ്യ അവള് പറഞ്ഞു, ഇടപെടല്ല, അവന്റെ കാര്യത്തിൽ ഇടപെടല്ല. രാത്രിയിൽ എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. അവൻ പലതവണ സ്വപ്നത്തിൽ വന്നു. അവന്റെ കാര്യത്തിൽ ഇടപെടല്ല. പീലാത്തോസ് വരണ്ടു. പീലാത്തോസ് വിചാരിച്ചു, എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിച്ചേക്കാം. നിങ്ങളുടെ പെസഹ തിരുനാളിൽ ഞാൻ ഒരുവനെ വെറുതെ വിടുന്നതല്ലേ? നിങ്ങളുടെ ഈശോയെ ഞാൻ വെറുതെ വിടട്ടെ? അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. അവൻ സ്വന്തം ജനത്തിന്റെ അടുക്കലേക്ക് വന്നു, എന്നാൽ അവനെ സ്വീകരിച്ചില്ല. ദൈവമക്കളെ ആലോചിച്ച്, ഇതാ അവൻ കൊണ്ടുവരിക. അവൻ സാവധാനം പറഞ്ഞു, ഞാനിത് ഏറ്റെടുക്കുന്നില്ല. വീണ്ടും ദാ പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് ഹെരോദേസിന്റെ അരമനയിലേക്ക് അരമനയെ കൊണ്ടുപോയി. അവൻ ഭ്രാന്തന, അവനവന്റെ ഭാര്യയെ കൊന്നവനാ, അവനവന്റെ അമ്മായിയമ്മയെ കൊന്നവനാ, അവന്റെ 3 മക്കളെ കൊന്നവനാ. ഭ്രാന്തൻ ഹെരോദ്. അവന് ഭ്രാന്ത, തലയ്ക്ക് ഭ്രാന്ത. അവൻ ഈശോയെ കാത്തിരിക്കുക. ഈശോയെ കൊണ്ടുവന്നു. അവനെ മാജിക്ക് കാണണം, അത്ഭുതം കാണണം. അവൻ ഈശോയെ അപമാനിച്ചു, ഈശോയെ വേദനിപ്പിച്ചിട്ട് അവന്റെ കാര്യം നടന്നു. നിങ്ങൾക്കറിയോ ഹെരോദ് എങ്ങനെ മരിച്ചതെന്ന്? അവന്റെ ശരീരം മുഴുവൻ പുഴുത്തു. അവന്റെ പ്രൈവറ്റ് പാർട്സ് എല്ലാം ചീഞ്ഞു പോയി. അവന് പ്രാന്ത് പിടിച്ച അവൻ ഭരിക്കുന്നത്. അവന്റെ ദേഹം മുഴുവൻ ഇങ്ങനെ ത്വക്ക് രോഗം വന്നിട്ട് അവൻ ഗലീലേക്ക് ഉപ്പ് ചാവുകളിൽ അവൻ മുങ്ങിക്കിടക്കും. പ്രാന്തൻ, സ്വന്തം മക്കളെ കൊന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ തിരിച്ചു വിട്ടു.
പീലാത്തോസിന്റെ അരമനയിൽ വീണ്ടും എത്തി. പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല. ആമേൻ. ദൈവമക്കളെ, ഒരു റോമാക്കാരന്റെ തലേ തോന്നിയ ചിന്തയാണ്, ഞാനിവനിൽ ഒരു തെറ്റും കാണുന്നില്ല. ഇതാ, ഞാനൊരാളെ സ്വതന്ത്രനാക്കുന്ന പതിവില്ലേ? അവര് വിളിച്ചു പറഞ്ഞു, ബറാബാസ്, 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 ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടു തരിക. അവനാകട്ടെ, തിരുവചനം പറയുന്നത്, അവൻ കൊലയാളിയായിരുന്നു, അവൻ വിപ്ലവകാരിയായിരുന്നു, അവൻ കുറ്റവാളിയായിരുന്നു, അവൻ ഒരു ഭീകരനായിരുന്നു, അവൻ കള്ളനായിരുന്നു. ക്രിസ്തു ഇങ്ങേപ്പുറത്തും ബറാബാസ് അപ്പുറത്തും. ബറാബാസ് ഇതാ ഇപ്പുറത്ത് യേശുവ, 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 ദ സൺ ഓഫ് ഗാഡ്, യേശുവ. ഇങ്ങേപ്പുറത്ത് യേശുവ നിൽക്കുക, അങ്ങേപ്പുറത്ത് ബറാബാസ്. ബാ ബാ അബ്ബ, ബാ എന്ന് പറഞ്ഞ മകൻ, അബ്ബ അപ്പൻ. ഇവിടെ നിൽക്കുന്നത് അപ്പന്റെ മകൻ, ദൈവപിതാവിന്റെ മകൻ ബറാബാസ്. ഇങ്ങേപ്പുറത്ത് നിൽക്കുന്നത് യേശുവ, യേശുവ, യഹോവ നമ്മോട് കൂടെ, യേശുവ. യേശു നോക്കി, പീലാത്തോസ് അല്ല, ബറാബാസ് അവൻ പ്രാർത്ഥനയെ പോലെ ചങ്ങലയ്ക്കകത്ത് കിടന്ന് അവനിങ്ങനെ മുരളുക, അവനിങ്ങനെ അമറുക ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവനിങ്ങനെ അമറുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കർത്താവ് അവനെ ഒന്ന് നോക്കി, കർത്താവ് അവനെ ഒന്ന് നോക്കി. ദൈവമക്കളെ, അവര് പറഞ്ഞു, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ഇതാ, കർത്താവ് ശിക്ഷിക്കപ്പെടാൻ വേണ്ടി അവനെ ചാട്ടമാറടി ഏൽപ്പിക്കാൻ പോവാ. അവനെ അത് റോമൻ നിയമമാണ്. ചാട്ടമാറടി അടിപ്പിച്ചിട്ട് കൊല്ലാൻ കൊണ്ടുപോകത്തുള്ളൂ. ചാട്ടമാറടി, ചാട്ടമാറ് കൊണ്ട് അടിക്കുക. ഇതാ നോക്കിക്കേ, എന്തറിയാം, ആ ചാട്ടമാറുകൾ അറ്റത്ത് ചൂണ്ടയുണ്ട്, കുപ്പിച്ചില്ലുകളുണ്ട്, ഈയക്കട്ടകളുണ്ട്, ചൂണ്ടകളുണ്ട്, ലോഹങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ചാട്ട. ഇങ്ങനെ താഴെ കുതിരലായത്തില് ഒരു കൽക്കുറ്റിയിൽ ഈശോയെ കെട്ടി ഇങ്ങനെ കുനിച്ചു നിർത്തി. അറിയാലോ, റോമ പട്ടാളക്കാര്, ഭ്രാന്തന്മാര്, മയക്കുമരുന്നും മദ്യം ഉപയോഗിച്ചവന്മാര് ഈ ചാട്ട കൊണ്ട് ആഞ്ഞടിക്കാൻ തുടങ്ങി. അവരാഞ്ഞടിക്കാൻ തുടങ്ങി. 39 തവണ, ഒന്നൊഴിയെ 40 തവണ എന്ന് കണക്ക് 39 തവണ അടിക്കുന്നു. ഇതാ ചാട്ടവാറ് കൊണ്ട് അവന്റെ പുറം വലിച്ചു കീറുക, അവന്റെ ശരീരഭാഗങ്ങൾ വലിച്ചു കീറപ്പെടുക. ഒരു 3 അടി കിട്ടുമ്പോ സാധാരണ കുറ്റവാളികൾ വാവിട്ട് നിലവിളിക്കും, യേശുവ. ചരിത്രകാരന്മാര് പറയുന്നു, യേശുവ കരഞ്ഞില്ല, യേശുവ കരഞ്ഞില്ല. റോമ പട്ടാളക്കാര് പ്രാന്തന്മാരുടെ ആവേശം പോക്കുന്നത് ഈ കുറ്റവാളി വാവിട്ട് നിലവിളിക്കുമ്പോ അവർക്ക് സന്തോഷമാകും. ഇവരാജടിക്കുക, ഇവരാജടിക്കുക. അടിക്കുന്നവൻ തളരുന്നതല്ലാതെ. അവൻ ഇടയ്ക്കൊന്ന് വീണു, അടിയേറ്റവൻ നിലത്ത് വീണു. അവര് വിചാരിച്ചു തീർന്നു. പക്ഷെ വീണ്ടും അവൻ പിടിച്ചെഴുന്നേറ്റ് നിന്നു. നിനക്കറിയാലോ മക്കളെ, ചരിത്രകാരന്മാര് വീണ്ടും പറയുന്നുണ്ട്, അവരാഞ്ഞടിച്ചപ്പം അവന്റെ പള്ള വലിച്ചു കീറി, അവന്റെ ചങ്കവര് ഇതാ ചൂണ്ട കയറി കഴിയുമ്പോൾ അത് പിടിച്ചൊരു വലിയ, അവനെ ധൂമവസ്ത്രം ധരിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന് വ്യാഖ്യാനം പറയുന്നത് അങ്ങനെയാ. ഈ പണ്ടം പുറത്തോട്ട് കിടക്കുന്ന ശരീരം കാണാതിരിക്കാൻ പുതപ്പിച്ചു. ധൂമവസ്ത്രം കൊണ്ട് അവനെ ചോരി ഒഴുകുന്നത്, അവന്റെ വായ ചങ്ക് പൊട്ടി ഒഴുകുന്നത് കാണാതിരിക്കാൻ. കുർബാന ഒരുങ്ങുക മക്കളെ, നാളത്തെ ധ്യാനവാ. അവൻ എന്തിനാ അടിയേറ്റെന്നറിയാമോ? അവനാക്ക് വേണ്ടി അടിയേറ്റതെന്നറിയാമോ? നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടിയാണ് അവൻ അടിയേറ്റത്. യെശയ്യായുടെ വചനം പൂർത്തിയാവുക.
ദൈവമേ, അവനെ കണ്ട മനുഷ്യനെന്ന് തോന്നത്തില്ല. ഈശോ, 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 ഈശോ. അവൻ വിരൂപനായി തീർന്നിരിക്കുക. ഹല്ലേലൂയ. അവനെ കണ്ടവ ഭയപ്പെട്ടു പോയി. ദൈവമേ, കണ്ടാലോ ആളറിയുകില്ല, ഉഴവൂച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. കണ്ടാലോ ആളറിയുകില്ല, ഉഴവൂച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ, നീ മാന്യനായിടുവാൻ, മകളെ, നീ മാന്യയായിടുവാൻ. കാൽവരി നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനെ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. അവന്റെ വേദനകൾ ആ ചാട്ടവാടി നിങ്ങളുടെ ചെവികളിൽ ഈ രാത്രി മുഴങ്ങണം. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ ഈ രാത്രി നിങ്ങൾ ഉറങ്ങരുത്. അവന്റെ ചാട്ടവാടിയുടെ സ്വരം കേൾക്കണം. അവൻ നിലവിളിച്ചില്ലെന്ന് വചനം പറയുന്നില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഇതാ അവൻ ഉരിയാടിയില്ല. അവൻ കുഞ്ഞാട. വേദന പോലും അവന് തിരിച്ചറിയണില്ല. എന്റെയും നിങ്ങളുടെയും കരച്ചിലുകൾ അടക്കാൻ, എന്റെയും നിങ്ങളുടെയും മുറിവുകൾ ഉണക്കാൻ, by his stripes we are healed, by his wounds we are healed. അവന്റെ മുറിവുകളാണ്. നീ സുഖപ്പെട്ടടാ കൊച്ചേ. നിന്റെ ഹൃദയത്തിന്റെ മുറിവുകൾ സുഖപ്പെട്ടു. ഇതാ പീലാത്തോസ് വന്നു. അവൻ കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ വീണ്ടും അവനെ ചാട്ടവാറടിക്കും. രണ്ടാമത്തെ ഒരു കോഴ്സ്. ദൈവമക്കളെ, നിങ്ങൾക്കതറിയാമോ? റോമാക്കാരുടെ ചാട്ടവാറടിക്ക് പറയുന്ന പേര് ഹാഫ് ഡെത്ത്, പകുതി മരണമാണ്. ഒരുവിധപ്പെട്ടവർ അടി കിട്ടിയാൽ അവിടെ വീണ് മരിക്കും. ഒരുവിധപ്പെട്ടവർ അടി കിട്ടിയാൽ അവിടെ ബോധക്കെട്ട് കിടക്കും. നിന്റെ കർത്താവ് എഴുന്നേറ്റടാ കുട്ടാ. ആർക്കും അടിച്ചു താഴ്ത്താൻ പറ്റത്തില്ലടാ. നീ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ, നിന്റെ ക്രിസ്തുവിനെ അടിച്ചു താക്കാൻ ആർക്കും പറ്റില്ല. അവന്റെ ശിരസിലേക്ക് അവര് മുൾപൊടി അടിച്ചു നോക്കി. ആ പ്രദേശത്ത് കിടന്നൊരു മുൾച്ചെടി, 1 ഇഞ്ച് നീളമുള്ള മുള്ളുകൾ, വിഷമുള്ളുകൾ. ഇതടിച്ചാൽ ഇവൻ വീഴും. ആ അടിച്ചിറക്കി. ആ മുള്ളുകളിലൊന്ന് അവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചെന്നൊക്കെ പാരമ്പര്യം പറയുന്നുണ്ട്. വിഷമുള്ളുകൾക്ക് നിന്റെ കർത്താവിനെ കൊല്ലാനായില്ല. അവരവന്റെ മുഖത്ത് കാക്കിച്ചു തുപ്പി. അവനവന്റെ കരണം തളിച്ചിട്ട് നീ പ്രവചിക്ക്. അവന്റെ നേരെ ചീത്ത വിളിച്ചു. ചീത്ത വാക്കുകൾ അവന്റെ നേരെ വിളിച്ചു പറഞ്ഞു. സ്തുതി. ദൈവമക്കളെ, ക്രിസ്തുവിനെ ഒന്ന് സങ്കല്പിക്കാൻ പറ്റും. ഞാനും നിങ്ങളും ദൈവത്തോട് കാണിക്കുന്ന ഇൻഡിഫറൻസ്, തമ്പുരാന്റെ സന്നിധിയിൽ അവഹേളനപരമായിട്ട് നമ്മൾ പെരുമാറുന്നത്, കുർബാനയുടെ മുമ്പിൽ ബഹുമാനമില്ലാതെ നടക്കുന്നത്,
ഒരുക്കമില്ലാതെ കുർബാന സ്വീകരിക്കുന്നത്. അവൻ മിണ്ടിയില്ല. അവൻ ക്രൂശിക്കുവാനായിട്ട് വിട്ടു. ആരോ ഓടിപ്പോയി ഒരു മരത്തടി വെട്ടിക്കൊണ്ട് വന്നു. ഒരു പച്ചമരം വെട്ടി, ഒരു 9 അടി പൊക്കമുള്ള ഒരു പച്ചമരം വെട്ടിക്കൊണ്ട് വന്നു. കുറുകെ പറയുന്നത് 6 അടി 7 അടി നീളമുള്ള മറ്റൊരു മരക്കഷ്ണം. എന്തുമായി കൊള്ളല്, ചരിത്രം തപ്പിപ്പോണ്ട. അവൻ കുരിശു ചുമന്നു. 60-70 കിലോ ഭാരമുള്ള അവൻ 80-90 കിലോ ഭാരമുള്ള കുരിശു ചുമക്കുക. കഴിഞ്ഞ 3 നാളായിട്ട് അവൻ ഭക്ഷിച്ചിട്ടില്ല. അന്ന് ഓശാന പാടി, അന്ന് ബഥനിയായിലെ മറിയത്തിന്റെ വീട്ടിൽ പോയപ്പോ അവരുണ്ടാക്കി കൊടുത്ത കൊഴുക്കട്ട കഴിച്ചതാ, ആ അപ്പം കഴിച്ചതാ. പിന്നെ അവൻ കഴിച്ചിട്ടില്ല. അവന്റെ ഉള്ളില് ദൈവരാജ്യം, അവന്റെ ഉള്ളില് അവൻ കടന്നു പോകാൻ പോകുന്ന അനുഭവങ്ങൾ. ഇതാ അവന്റെ തോളിൽ കുരിശേറ്റ് അവൻ നടക്കുക. നോക്കണം, ഒരു 3 സെറ്റെങ്കിലും അടി വാങ്ങിച്ച ശരീരം മുഴുവൻ ഒരു വ്രണമായി മാറിയ കണക്കുകൾ പറയുന്നുണ്ട്. ദർശനം കിട്ടിയവരൊക്കെ എഴുതി വെച്ച ദർശനങ്ങൾ ജട്ടൂടൊക്കെ 5000-ലധികം മുറിവുകൾ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പറയണേ. ഒരു ചെറിയ മുറിവിന്റെ പേരിൽ വാവിട്ട് നിലവിളിക്കാൻ നീ ഇതറിയണം. അത് വിട്ടേരെ. ഇതാ അവൻ കുരിശുമായി മുൾമുടിയുമായി അവൻ നടന്നു നീങ്ങുക. അവന്റെ അപ്പന്റെ വീട്ടിലേക്കുള്ള കോവണി ചവിട്ടാൻ വേണ്ടി അവൻ പോവുക. അവൻ നടക്കുന്നു. വചനത്തിൽ കാണുന്നുണ്ട്, ഇതാ പുറകിൽ നിന്ന് കാടന്മാരെ പോലെ പ്രാന്തന്മാരെ പോലെ റോമ പട്ടാളക്കാര് ഒരു മൃഗത്തെ അടിക്കുന്നത് പോലെ അവനെ ആഞ്ഞടിച്ചുകൊണ്ട് അവൻ എടുക്കാൻ വയ്യാത്ത കുരിശുമായി മുന്നോട്ട് നീങ്ങി. അവനിതാ കമിഴ്ന്നടിച്ച് വീഴുക. അവർ പൊട്ടിച്ചിരിച്ചു, തീർന്നു, തീർന്നു. നോക്കുമ്പോ കൈകൾ അനങ്ങാൻ തുടങ്ങി. 2 കൈകളും കുത്തി അവൻ പതുക്കെ എഴുന്നേറ്റിരുന്ന് ആ കുരിശവൻ ഉയർത്തി. അത്ഭുതത്തോടെ റോമ പട്ടാളക്കാരുടെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, യെരൂശലേം തെരുവുകൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരത്ഭുതം. കുരിശുമായി ഒരുത്തൻ എഴുന്നേൽക്കുക. അവൻ വീണ്ടും അവൻ മുന്നോട്ട് പോവുക. വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ മനുഷ്യരൊക്കെ ഉണ്ടല്ലോ. അവൻ കുരിശുമായിട്ട് വീണു. ഇനി അവൻ എടുക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. അവൻ അതിന് അടിയിൽ കിടന്ന് പിടയ്ക്കുക. ചത്തെന്ന് തോന്നി, പക്ഷെ ചത്തിട്ടില്ല. പതുക്കെ ചുറ്റിനും നോക്കി. യഹൂദന്മാര് പതുക്കെ പിൻവാങ്ങി. ഞങ്ങൾ രക്തം തൊട്ടതിൽ തുടത്തില്ല. റോമ പട്ടാളക്കാർ പുറകോട്ട് ചുവട് വെച്ച് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പം ഒരു കറുത്ത വന്നിപ്പുണ്ട്, കീറേനക്കാരൻ. അവന്റെ പേര് ശെമയോൻ. ഇവിടെ വേടാ, എടുക്കടാ. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റിയല്ല. ഞാനെതിനെ എടുക്കുന്നത് എടാ, എടുക്കാനല്ല ഇതിനോട് പറഞ്ഞത്. അവന്റെ തൊലിയുടെ നിറം കറുപ്പ, ആഫ്രിക്കക്കാരനാ. അവൻ നോക്കി, താഴെ കിടക്കുന്ന ചെറുക്കനെ നോക്കി. എനിക്ക് 2 മക്കളാ ഉള്ളത്, അലക്സാണ്ടറും റൂഫസും. എൻ്റെ ചെറുക്കന്മാരുടെ പ്രായമാണല്ലേ ഇവര്. എന്റെ ചെറുക്കന്മാരുടെ പ്രായമായി ഇവര്. അതും മതി മക്കളെ. നിന്റെ കൊച്ചിന്റെ പ്രായമാണ് ഈശോയ്ക്ക്. എടീ കൊച്ച, നിന്റെ മകന്റെ പ്രായമാ ക്രിസ്തുവിന്. 33 വയസ്സ്. എന്റെ കൊച്ചുങ്ങളുടെ പ്രായമാ. അലക്സാണ്ടറിന്റെ പ്രായമാണെന്ന് തോന്നുന്നു, അല്ലെ റൂഫസിന്റെ ഉറപ്പ്. നിർബന്ധങ്ങൾ വേണ്ട. അവൻ പതുക്കെ കുനിഞ്ഞ് ആ കുരിശിന്റെ അറ്റത്ത് പിടിച്ചു. കുരിശിന്റെ അറ്റത്ത് പിടിക്കുക. ഈശോ പതുക്കെ കീറേനക്കാരൻ ശിമയോൻ
ആരും ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിയാക്കി മാറ്റുക. കുരിശിന്റെ മൂലയ്ക്ക് പിടിക്കുന്നവര് ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചരിത്രം പറയട്ടെ. പിന്നീട് അലക്സാണ്ടർ നാട്ടിലെ മെത്രാനായി. റൂഫസ് സ്ഥലത്തെ ഗവർണറായി മാറി. വെറുതെ ഒന്ന് കൈയടിച്ചേര്, വെറുതെ ഒന്ന് കൈയടിച്ചേര്. കുരിശിന്റെ മൂലക്കാരെങ്കിലും ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൊച്ചുങ്ങളുടെ പ്രായവായുവന് ചരിത്രം. അലക്സാണ്ടർ മെത്രാൻ, ബിഷപ്പ് അലക്സാണ്ടർ, ആദിമസഭയിലെ മെത്രാൻ, ആദിമ ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണം നൽകിയ ഗവർണർ റൂഫസ്. തൊട്ടാ മതി മക്കളെ, മുട്ടിയാ മതി ആ കുരിശ്. നിങ്ങള് മുണ്ടും മടക്കി കുത്തി ഓടുന്ന ഓട്ടമില്ലേ, പിരിഞ്ഞു നിൽക്കണവളാ. ഞാൻ ക്രിസ്ത്യാനിയാ, ഞാൻ ക്രിസ്തുവിന്റെ സ്വന്തമാ. ചങ്കൂറ്റത്തോട് ജീവിച്ചു തുടങ്ങുന്ന മക്കളെ, നിങ്ങളുടെ ജീവിതം മാറും. മാമോദീസ ബുക്കിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളതല്ല, അവന്റെ കുരിശിന്റെ മൂലയ്ക്ക് പിടിക്കാൻ തീയുണ്ടോ എന്നുള്ളതാ വിഷയം. കുരിശയാത്ര വഴിക്ക് വെച്ച് അമ്മയെ കാണുന്നുണ്ട്. എനിക്കറിയാലോ, നിങ്ങളുടെ കൊച്ചിന് 33 വയസ്സാണെങ്കിൽ നാട്ടിലെ ഏറ്റവും വലിയ കുറ്റവാളിയെ പോലെ നിങ്ങളുടെ കൊച്ചിനെ തെരുവിലൂടെ പോലീസ് വലിച്ചുകൊണ്ട് പോയാ, നിങ്ങളുടെ വീട്ടിൽ വന്ന് പോലീസ് വന്ന് നിങ്ങളുടെ കൊച്ചിനെ അറസ്റ്റ് ചെയ്ത് പെരുവഴി കൂടെ വലിച്ചുകൊണ്ട് പോയാ നിങ്ങൾക്ക് എന്നാ തോന്നുന്നെങ്കിലും ഒന്ന് ചിന്തിക്ക. ചാട്ടവാറടിയേറ്റ് അവൻ കുരിശുമായി അവനെത്തുക കാൽവരി മലയുടെ മുകളിലെത്തി. അവിടെ വന്ന് അവൻ കമന്നടിച്ച് വീഴുക. കുരിശവന്റെ മുകളില് വെള്ളം പറ്റാത്ത പൈന്മരം, പച്ചമരക്കുരിശ്, പച്ചമരക്കുരിശ്. അവനെ എടുത്ത് മറിച്ചിട്ടു. നിങ്ങൾക്കറിയാലോ, വലിയ അൾത്താര് ശരിയായി. 4 പട്ടാളക്കാർ ചേർന്ന് അവന്റെ 2 കാലയിലും 2 കയ്യിലും പിടിച്ച് വലിച്ച് കുരിശിലേക്ക് ഇട്ടു. 33 വയസ്സുകാരൻ ചെറുക്കൻ്റെ കാര്യമായി പറയണത്. അത്ഭുത മനുഷ്യന്റെ കാര്യമല്ല, യഥാർത്ഥ മനുഷ്യനും യഥാർത്ഥ ദൈവവും. വിശപ്പുള്ളവൻ, ദാഹമുള്ളവൻ, വേദനയുള്ളവൻ, ഒറ്റപ്പെടൽ അറിയുന്നവൻ, കരയുന്നവൻ, എനിക്കാരുമില്ലേ എന്ന് പറയുന്നവൻ വലിച്ചെറിഞ്ഞു. ഒരു പട്ടാളക്കാരൻ ഇങ്ങേ പറ്റത്ത് മറ്റേ പട്ടാളക്കാരൻ്റെ ഇടതേ കൈ പിടിച്ചിരിക്കുക, വലതേ കൈ ഇങ്ങനെ വെച്ചു. ഒരു 6 ഇഞ്ച് 9 ഇഞ്ച് വലിപ്പമുള്ള ഈയത്തിന്റെ കമ്പി ആണിയെടുത്ത് അവന്റെ കൈപ്പത്തിയിലോ കൈത്തണ്ടയിലോ വെച്ചു. ആലോചിക്കാമെങ്കിൽ ആലോചിച്ചു. ഒരു 3 അടി അടിക്കുമ്പോ അവന്റെ മുഖങ്ങളിൽ നിന്ന് ചോര ചീറ്റുക. വീണ്ടും വലിച്ചു ഇടതുവശത്തേക്ക്, നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തു. 6 ഇഞ്ച് ആണി അവന്റെ കൈത്തലത്തിലേക്ക് ഇറങ്ങുക. ഒരു ഭ്രാന്താവേശത്തോടെ ഇവൻ ചത്തില്ലല്ലോ എന്ന് വിചാരിച്ച് റോമൻ പടയാളികൾ വീണ്ടും ആ ചടിക്കാൻ തുടങ്ങി ആണി ആ തടിയിൽ ഇറങ്ങുന്നത് വരെ വീണ്ടും 2 പട്ടാളക്കാർ കൂടി അവൻ താഴേക്ക് വലിച്ചു. കാലുകൾ ചേർത്ത് വെച്ച് വീണ്ടും 3ാമതൊരാണി. ഒരു കാലിൻ്റെ മുകളിൽ മറ്റൊരു കാല് വെച്ചിട്ട് ആ കാലിൻ്റെ മുകളിൽ 6 ഇഞ്ച് 7 ഇഞ്ച് 9 ഇഞ്ച് ആണി എടുത്ത് വെച്ചിട്ട് അത് വെച്ച് ആഞ്ഞടിച്ചു. ദൈവമക്കളെ, നാളത്തെ കുർബാനയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ. എത്ര ലാഘവത്തോടെയാണ് കൊച്ചെ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. അവനെ ഇതാ പട്ടാളക്കാർ കയറിട്ട് വലിച്ച് മുകളിലേക്ക് പൊക്കുക. ആ കുഴിയുടെ മുകളിൽ നിന്ന് ആ കുരിശോടെ
ഈശോയോടെ ആ കുരിശിങ്ങനെ കുഴിയിലേക്ക് ഇറക്കുക. യേശുവേ അവൻ കടന്നുപോയ വേദനകൾ, അവനിങ്ങനെ കുരിശിൽ കിടക്കുക. ദൈവമേ അവൻ കുരിശിൽ കിടക്കുക. കർത്താവേ ദൈവമേ ഇരു കരങ്ങളും വിരിച്ചവൻ കുരിശിൽ കിടന്നു. ദൈവമേ അവനിങ്ങനെ അമ്മ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, 22-ാം സങ്കീർത്തനം. എലോയി എലോയി ലാമാ സബക്താനി. ദൈവമേ 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 എന്റെ ദൈവമേ, എന്റെ ദൈവമേ, യേശുവേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ദൈവമേ എന്റെ പിതാക്കന്മാരുടെ ദൈവം നീയായിരുന്നല്ലോ. ദൈവമേ ദുരന്തങ്ങളുടെ നാളുകളിൽ അവരെ നീ കൈപിടിച്ചുയർത്തിയല്ലോ. പാട്ടുപാടുന്നു, ദൈവമേ കുരിശെ കടന്ന് പാട്ടുപാടുന്ന പ്രാർത്ഥിക്കുന്ന ഈശോ ദൈവമേ അപ്പുറത്തുനിന്നൊരു സ്വരം കേൾക്കുന്നു. ഒരുത്തൻ കടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. യേശുവേ 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 അവനിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ഇടതുവശത്തെ കള്ളൻ, വലതുവശത്തും ഉണ്ട് ഒരാൾ. അവൻ പറയുന്നുണ്ട്, മിണ്ടാതിരിയടാ, ഞാനും നിങ്ങളും നീയും തെറ്റ് ചെയ്തെങ്കിൽ അവൻ നീതിമാനാടാ. അവൻ യേശുവാ. അവൻ രോഗികളെ സുഖപ്പെടുത്തിയവനാ. അവൻ മരിച്ചവരെ ഉയർപ്പിച്ചവനാ. പറഞ്ഞു, ലോർഡ് remember me while you are in your kingdom. കർത്താവേ, എന്നെ ഓർക്കണമേ, നീ നിന്റെ രാജ്യത്തിലായിരിക്കുമോ. ഈശോ അവന്റെ നേരെ മുഖം തിരിച്ചു അവനോട് പറഞ്ഞു, ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിലായിരിക്കും. കുമ്പസാരവ ചങ്ക് പറഞ്ഞ് അവന്റെ വേദന മനസ്സിലാക്കുമ്പോ നീ ഒരു പ്രാർത്ഥന ചൊല്ലിയ അതിന്റെ പേര് കുമ്പസാരവെന്ന. കർത്താവ് ഇങ്ങനെ താഴോട്ട് നോക്കി കുറച്ച് മനുഷ്യരെ ആക്രോശിക്കുന്നു. താൻ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തവര് ആ വിധവയുടെ മകനെ ഞാൻ സുഖപ്പെടുത്തിയതായിരുന്നു. ആ കുഷ്ഠരോഗി വന്നത് ഇപ്പുണ്ട്. എല്ലാരും വിളിച്ചു പറയാ, മിശിഹായേ മിശിഹായേ, തന്റെ കൊണ്ട് ഇറങ്ങി വാ, ദൈവമാണെങ്കിൽ ഇറങ്ങി വാ. സംഘത്തിലേക്ക് നോക്കി പറഞ്ഞു, forgive them Lord, for they do not know what they are doing. പിതാവേ, അവരോട് പൊറുക്കണമേ, എന്തെന്നാൽ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. ദൈവമക്കളെ, സഹനങ്ങളിൽ ഇതാ ഒരു പ്രാർത്ഥന, ക്ഷമ കൊടുക്കുന്ന പ്രാർത്ഥന. അവൻ വീണ്ടും താഴേക്ക് നോക്കുമ്പോൾ തന്റെ പെറ്റമ്മ തലയിലിങ്ങനെ നീല സാരിയും ഒക്കെ ഇട്ട് അവളങ്ങനെ തലകുരിച്ചിങ്ങനെ നിൽപ്പുണ്ട്. വ്യാകുല മാതാവേ, നിന്നെ ഞാൻ ഓർക്കുമ്പോ, വ്യാകുല മാതാവേ, നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കൺകളില, പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരില. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ, നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. മനസാക്ഷിയുള്ള ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ പെറ്റ തള്ളയുടെ മുഖം ഓർത്തോന്ന്. മനസാക്ഷിയുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ പെറ്റ തള്ളയുടെ മുഖം ഓർത്തോ. ഇപ്പൊ ഇതിനപ്പുറത്ത് കയ്പ് നിന്റെ അമ്മ കുടിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് വേദന നിന്റെ അമ്മ കുടിച്ചിട്ടുണ്ട്. കുരിശില് ബന്ധങ്ങൾ കണ്ടുപിടിക്കുക. അമ്മ അമ്മ ദാമോൻ യോഹന്നാന്റെ നേരെ നോക്കിയിട്ട് പറയുക, ദാമോൻ. കുരിശ് കുരിശ് ഉപേക്ഷിക്കുന്നതല്ല, കുരിശ് സ്വന്തമാക്കുന്നിടവ. ഒരു പുരോഹിതൻ ഞാൻ സഹിക്കുമ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ സ്വന്തമാക്കും. ഞാൻ തിന്നു കുടിച്ച് മതിച്ചു നടക്കുമ്പോൾ നിങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഒരപ്പൻ കുടുംബത്തിന് വേണ്ടി വേദനിക്കുമ്പോ, കള്ളും കുടിച്ച് തോന്നിയാസം നടക്കുമ്പോ നിനക്ക് കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ മുണ്ട് മുറുക്കി ഉടുത്ത് നിന്റെ കൊച്ചിന്റെ തെറ്റുകൾ ക്ഷമിച്ച് അവനെ വീണ്ടും പഠിക്കാൻ പെടുമ്പോ, കള്ളു കുടിച്ചിട്ട് വരുന്ന കെട്ടിയോനെ സ്നേഹത്തോടെ നോക്കുമ്പോ
കുരിശ മക്കളെ. ഇതാ അവൻ പറഞ്ഞു യോഹന്നാനോട്, യോഹന്നാൻ, അമ്മ അമ്മ നിന്റെ അമ്മ ഒറ്റപ്പെടില്ലെന്ന് കുരിശിനോട് ചേർന്ന് നിൽക്കുന്നവർ. അവൻ സാവധാനം പറഞ്ഞു, ദാഹിക്കുന്നു, ദാഹിക്കുന്നു, ഐ തേഴ്സ്റ്റ്. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ഒരു സമരിയാക്കാരി പെണ്ണ്, പാപം ചെയ്യുന്ന ഒരു പെണ്ണ് വന്നു നിന്നപ്പം 5 കെട്ടിയോമാരുള്ളവൾ വന്നു നിന്നപ്പോൾ അവൻ പറഞ്ഞതാ, എനിക്ക് ദാഹിക്കുന്നു. ദൈവമക്കളെ, കുരിശില് പൂർത്തിയാവാത്തത് എന്തുകൊണ്ടോന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ദാഹം എന്റെയും നിങ്ങളുടെയും കുമ്പസാരത്തിന്, എന്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിന് കുരിശിലെന്തോ അവശേഷിക്കുന്നത് പോലെ എനിക്കൊന്നും തോന്നിയിട്ടുണ്ട്. ഞാൻ ഫാദർ സെബാസ്റ്റ്യൻ അവന്റെ കുരിശിനോട് ചേർത്ത് തറയ്ക്കപ്പെടുന്നത് വരെ അവന്റെ ദാഹം തുടരും. എന്തുമാത്രം അവന്റെ കുരിശിനോട് ഞാൻ ചേരുന്നുവോ പറഞ്ഞു, എവരിത്തിങ് ഈസ് അക്കംപ്ലിഷ്ഡ്. അപ്പാ, നിന്റെ ഹിതമിതാ പൂർത്തിയാക്കിയിരിക്കുന്നു. അവൻ ശിരസ് നമിച്ച് ആത്മാവിനെ പകർന്നു. വീണ്ടും 2 പേര് പ്രത്യക്ഷപ്പെടുന്നു, ജോസഫ്, നിക്കോദേമോസ്. സാധാരണഗതിയിൽ റോമൻ നിയമമനുസരിച്ച് കുരിശിൽ കൊന്നവരെ വലിച്ചു ദൂരേക്കെറിയും. ഇല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ സമയം കൊണ്ട് കഴുകന്മാർ വന്ന് കൊത്തിക്കീറും. അത് പെസഹായുടെ സാപത്തായിരുന്നത് കൊണ്ട് കുരിശെ കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇതോ 2 കള്ളന്മാരുടെ കണങ്കാലുകൾ തകർത്തു. അവരെ വലിച്ച് ഇതാ ഗേഹന്നയിലേക്ക്, തീക്കുണ്ടത്തിലേക്ക്, ഇതാ ചെന്നായ്ക്കളും വന്യമൃഗങ്ങളും കടിച്ചുള്ള ശവപ്പിച്ച് ചെയ്യുന്ന ഇടത്തിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. ജോസഫും നിക്കോദേമോസും ഒരൾത്താര വിധിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ്റെ കാലൊടിക്കാൻ ചെന്നപ്പോൾ അവൻ്റെ കാലുകൾ അവൻ മരിച്ചുവെന്ന് കണ്ടു. പുറപ്പാടിൻ്റെ പുസ്തകം പറയുന്നുണ്ട്, പെസഹാ കുഞ്ഞാടിൻ്റെ അസ്ഥികൾ ഒടിക്കാൻ പാടില്ല. അവനെ ഒരു വെള്ളത്തുണിയിലെടുത്ത് അവനെ അവർ അൾത്താരയിൽ ആരെയും ഇന്ന് വരെ അടക്കിയിട്ടില്ലാത്ത ഒരു ശവകുടീരത്തിൽ അടക്കി.